സംസ്ഥാനത്തേക്ക് തിരികെ വരികയാണെങ്കിൽ സംസ്ഥാനത്ത് കനത്ത ചൂട് തുടരുകയാണ്. വയനാട്, ഇടുക്കി ഒഴികെയുള്ള ജില്ലകളിൽ ഉയർന്ന താപനില മുന്നറിയിപ്പ് തുടരുന്നുണ്ട്. പാലക്കാട് ജില്ലയിൽ താപനില 40 ഡിഗ്രിയിലേക്ക് എത്തിയേക്കും. കനത്ത ചൂടിനിടെ സർവകാല റെക്കോർഡും ഭേദിച്ച സംസ്ഥാനത്തെ വൈദ്യുതി ഉപയോഗം കുതിക്കുകയാണ്. അതേസമയം നാളെ മുതൽ 3 ദിവസം ഇടിമിന്നലോടുകൂടിയ ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യത എന്ന് കാലാവസ്ഥാ വകുപ്പ്. ഗോപാൽ ശിലാസനിലുണ്ട് വിശദാംശങ്ങൾ നൽകാൻ. ഗുഡ് മോർണിംഗ് ഗോപാൽ. അസഹനീയമായ ചൂടാണ്. ഇതിപ്പോൾ വയനാട്ടിലേക്കോ ഇടുക്കിയിലേക്കോ പോയാൽ മതി എന്ന് തോന്നുന്ന തരത്തിലാണ് മറ്റ് ജില്ലകളിലൊക്കെ അവസ്ഥ. എന്തായാലും ഒരു മഴയ്ക്ക് സാധ്യതയുണ്ടല്ലേ? ഗുഡ് മോർണിംഗ്. തീർച്ചയായിട്ടും അസഹനീയമെന്നൊന്നും പറഞ്ഞാൽ പോരാ. രാത്രി കിടന്നുറങ്ങാനോ പകലൊന്ന് പുറത്തേക്ക് ഇറങ്ങാനോ പറ്റാത്ത രീതിയിലേക്ക് കൊടും ചൂട്, കൊടും വേനൽ എന്ന തരത്തിലേക്ക് പറയാൻ പറ്റുന്നൊരു അന്തരീക്ഷം, സാഹചര്യമാണ് ഇപ്പോൾ നിലവിൽ സംസ്ഥാനത്തുള്ളത്. അതിൻ്റെ ഭാഗമായി തന്നെയാണ് 12 ജില്ലകളിൽ കഠിന ചൂട് മൂലമുള്ള യെല്ലോ അലേർട്ട് മുന്നറിയിപ്പ് ഇതിനോടകം തന്നെ നൽകിയിട്ടുണ്ട്. അതിന് ഏറ്റവും ഗുരുതരമായ സ്വഭാവമുള്ളത് പാലക്കാട്, കൊല്ലം, കോട്ടയം ജില്ലകളിലാണ്. പാലക്കാട് ജില്ലയിൽ 40 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരും എന്നതാണ് ഇപ്പോൾ നൽകിയിരിക്കുന്ന അറിയിപ്പ്. കൊല്ലത്ത് 39, കോട്ടയത്ത് 38 ഡിഗ്രി സെൽഷ്യസ് വരെയാണ് താപനില പ്രവചിക്കപ്പെടുന്നത്. ഇതിൽ വയനാട്, ഇടുക്കി ജില്ലകളിൽ മാത്രമാണ് ഈ യെല്ലോ അലേർട്ടിൽ നിന്ന് ഒഴിവാക്കിയിട്ടുള്ളത്. അപ്പോഴും അവിടുത്തെ സാധാരണ നിലയിൽ നിന്ന് ഉയർന്ന കാലാവസ്ഥയിലേക്ക് അല്ലെങ്കിൽ ചൂടിലേക്ക് സ്ഥിതി എത്തിയിരിക്കുന്നു എന്നുകൂടി പറയേണ്ടതായിട്ടുണ്ട്. മറ്റ് 12 ജില്ലകളിൽ 37 ഡിഗ്രി സെൽഷ്യസും തിരുവനന്തപുരത്ത് 36 ഡിഗ്രി സെൽഷ്യസും വരെ ചൂട് ഉയരുമെന്ന മുന്നറിയിപ്പാണ് ഇതിനോടകം തന്നെ നൽകിയിട്ടുള്ളത്. ചൂട് കൂടുന്നതിനാൽ തന്നെ സംസ്ഥാനത്തെ വൈദ്യുതി ഉപഭോഗവും അതിൻ്റെ ഉയർന്ന നിലയിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇതിനോടകം തന്നെ 1013 ദശലക്ഷം മെഗാവാട്ട് യൂണിറ്റാണ് വൈദ്യുതി ഉപഭോഗം എന്ന നിരക്ക് കണക്കായി പുറത്തു വന്നിരിക്കുന്നത്. അത് സംസ്ഥാനത്തിൻ്റെ സർവകാല റെക്കോർഡ് എന്ന് പറയാൻ പറ്റുന്ന തരത്തിലേക്കുള്ളൊരു കണക്കാണ്. രാത്രിയിലെ കണക്കിലേക്ക് പോവുകയാണെങ്കിൽ 6000-ലധികം മെഗാവാട്ട് ഇതിനോടകം തന്നെ വൈകുന്നേരം മാത്രം ഉപയോഗിക്കുന്നുണ്ട്. 6300-ലേക്ക് ആ കണക്ക് എത്തുന്നത് വരെ ഉപയോഗിച്ച് പോകാനുള്ള വൈദ്യുതി സംസ്ഥാനത്തുണ്ട്. അതിനപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് ചോദിച്ചാൽ അത് പ്രതിസന്ധി ഉണ്ടാക്കും എന്ന കാര്യമാണ് ഈ ഘട്ടത്തിൽ വൈദ്യുതി വകുപ്പിന് സൂചിപ്പിക്കാനായി ബാക്കിയുള്ളത്. അതേസമയം തന്നെ ആശ്വാസത്തിന് വക നൽകുന്ന ഒരു കാര്യമെന്ന് വെച്ചാൽ അടുത്ത 3 ദിവസം ഇടിമിന്നലോടുകൂടിയ ശക്തമായ ഒറ്റപ്പെട്ട മഴയ്ക്ക് സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ സാധ്യതയുണ്ട് എന്ന ഒരു കാലാവസ്ഥാ പ്രവചനം കൂടി ഈ ഘട്ടത്തിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഈ ചൂടിന് നേരിയ ഒരു ശമനം, നേരിയ ഒരു ആശ്വാസം ഉണ്ടാകുമെന്നാണ് കരുതാൻ കഴിയുക. ഓക്കെ, വ്യക്തമാണ്. ഗോപാൽ ശിലാസനിലാണ് വിശദാംശങ്ങൾ നൽകിയത്.